നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി നേടിയ യുണൈറ്റഡ് ബോട്ട് ക്ലബിന് ഹാട്രിക് നേടുവാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് കുട്ടനാട് MLA തോമസ് ചാണ്ടി. ഓണത്തപ്പ കുടവയറ പിള്ളാരോണം വെള്ളത്തിൽ ആഘോഷങ്ങൾക്ക് എന്ത് ദുരിതാശ്വാസ ക്യാമ്പ്. വിശദമായ വാർത്തകൾ. UBC കൈനകരിക്ക് കുട്ടനാട് MLAയുടെ വാഗ്ദാനം. വരുന്ന 2 വർഷങ്ങളിലും ക്ലബിന് ആവശ്യമായ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടനാട്ടുകാരനും ജലോത്സവ പ്രേമിയുമായ താൻ ചെയ്യും എന്നതാണ് വാഗ്ദാനം. 19 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നെഹ്റു ട്രോഫി വീണ്ടും കൈനകരിയിലേക്ക് എത്തുന്നത്. UBCയുടെ ഈ വിജയം ആഘോഷിക്കുവാൻ MLAയുടെ നേതൃത്വത്തിൽ കൈനകരിയിലെ വസതിയിൽ നടന്ന UBCക്ക് നൽകിയ സ്വീകരണത്തിലാണ് തോമസ് ചാണ്ടി ഇക്കാര്യം പറഞ്ഞത്. 21 വർഷത്തിന് ശേഷമാണ് UBC കപ്പ് വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങളൊരു കാര്യം ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കുമരകത്തേക്കും കൊല്ലത്തേക്കും ഒന്നും ഇനി ഈ കപ്പ് കുമരകത്തേക്കും കൊല്ലത്തേക്കും ഒക്കെ അടുത്ത 2 കൊല്ലം ഈ കപ്പ് ഞങ്ങൾ കൊടുത്തയക്കത്തില്ല. ഉറപ്പായും ഈ കപ്പ് 2 വർഷവും കൈനേരിയിൽ തിരിച്ചു വന്നിരിക്കും. ആവശ്യമായ എല്ലാ സഹായങ്ങളും UBCക്ക് ചെയ്യുന്നതാണെന്ന് ഇവർക്ക് ഞാൻ വാഗ്ദാനം കൊടുത്തിരിക്കുന്നു. ഹീറ്റ്സിൽ 4 മിനിറ്റ് 33.18 4 മിനിറ്റ് 33.18 സെക്കൻഡ് കൊണ്ടാണ് ഈ മിനിറ്റ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ റെക്കോർഡായി സ്വർണ്ണലിപികളിൽ വരും വർഷങ്ങളിലും UBCക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. 1963 UBC ആദ്യമായി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. അതിനുശേഷം 11 തവണ UBC നെഹ്റു ട്രോഫി കൈനകരിക്കാർക്ക് സമർപ്പിച്ചു. 1993 ശേഷം നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5 വർഷവും ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു. ഇതിനെല്ലാമുള്ള മധുര പ്രതികാരമായിട്ടാണ് ഇഞ്ചോടിഞ്ച് തുഴഞ്ഞത്. ചമ്പക്കുളം പുത്തൻചുണ്ടനിൽ തുഴഞ്ഞ് അസ്തമിച്ചെന്ന് എഴുതിത്തള്ളിയ UBCയുടെ കുട്ടനാടൻ കരുത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത്. നിശ്ചയദാർഢ്യവും കരയുടെ പ്രാർത്ഥനയും വെള്ളപ്പൊക്കത്തിലും മീതെ ഉയർന്ന ആവേശവുമാണ് UBCയെ 62ാമത് നെഹ്റു ട്രോഫിയിലെ അമരക്കാർ ആക്കിയതെന്ന് ബോട്ട് ക്ലബ് സെക്രട്ടറി AK പ്രമോദ് പറഞ്ഞു. വള്ളംകളിയിലെ പണക്കൊഴുപ്പിനെ ഒത്തൊരുമയുടെ കൈക്കരുത്തുകൊണ്ട് നേടിയതാണ് UBC കൈനകരിയുടെ വിജയമെന്നും പ്രമോദ് പറഞ്ഞു. UBC കൈനകരി എന്ന് പറഞ്ഞാൽ അത് നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വള്ളംകളിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് UBC കൈനകരി. പക്ഷേ 93 ശേഷം 20 കൊല്ലമായി കപ്പെടുക്കാൻ കഴിയാത്തതിന്റെ ദൈന്യതയും അതുമായി ബന്ധപ്പെട്ട വേദനയും പേറുന്ന കൈനകരിയുടെ ജനതയുടെ ആകെ ആശയുടെയും അഭിലാഷത്തിന്റെയും ഫലമാണ് ഇന്നലെ നെഹ്റു ട്രോഫി നേടാൻ ഈ ക്ലബിന് സാധിച്ചത്. UBCയുടെ ഈ ഒരു പരിശീലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ വെള്ളപ്പൊക്കത്തിന്റെയും ഒരുപാട് കെടുതികളുടെയും നടുവിൽ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതകളും പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇത്തവണ നെഹ്റു ട്രോഫി കൈനകരിയിൽ കൊണ്ടുവരണം. UBC കൈനകരിക്ക് അത് വേണം. അത് ജനതയുടെ അഭിലാഷവും ആശയവുമാണ് എന്ന് ഞങ്ങൾ സംഘാടകർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും കുട്ടനാട് MLA തോമസ് ചാണ്ടി അവരുടെ നിസ്സീമമായ സഹകരണവും നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ബാംഗ്ലൂർ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ RK പിള്ളൈ എന്ന് പറയുന്ന കവിതാരുടെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ നാട്ടുകാരുടെ ക്ലബ് ടീമാണ് 65 പേരും, ബാക്കിയുള്ളവരാണ് പട്ടാളക്കാർ. ഈ ഒരു വിജയം അടുത്ത വരാൻ പോകുന്ന നാളുകൾ, ഇന്ന് കിട്ടിയ സ്വീകരണം തന്നെ കൈനകരിയുടെ ആവേശത്തിന്റെ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ കൈനകരി UBCയും അതുപോലെ തന്നെ നാട്ടുകാരെ സംഘടിപ്പിച്ച് പണക്കൊഴുപ്പിന്റെ അകമ്പടിയില്ലാതെ സംഘടിപ്പിക്കപ്പെടുന്ന ക്ലബ്ബുകൾക്ക് ഈ വിജയം ഒരു അത്താണിയാകും, ഒരു വഴികാട്ടിയാകും. അതിന് ഞങ്ങൾക്ക് മാർഗം തെളിച്ചു തന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഇതിന്റെ ടീമംഗങ്ങളോടും എല്ലാവരോടും, എല്ലാ ഗുരുഭൂതന്മാർക്കും കാരണവർക്കും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയാം. UBC പ്രസിഡന്റ് ആന്റണി തോമസ്, ക്യാപ്റ്റൻ ജോർജ് തോമസ് തേവർക്കാട്, ഒന്നാം പങ്കായക്കാരൻ ജെയിംസ് അപ്പൻ,
ഒന്നാം തുഴക്കാരൻ ലാലു, ചമ്പക്കുളം ചുണ്ടന്റെ ഷെയർ ഹോൾഡേഴ്സായ 250ഓളം കരക്കാർ എന്നിവരും വള്ളംകളി പ്രേമികളും വിജയാഘോഷത്തിൽ UBCക്ക് ഒപ്പം പങ്കുചേർന്നു. നമ്മൾ 2011 കിട്ടേണ്ട ഒരു വിജയമാണിത്. ആക്ച്വലി 2011 സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും വന്നിട്ട് ക്ലിയർ ആയിട്ട് അത് നോക്കിക്കണ്ട് ചെയ്യാത്തതിന്റെ ഒരു പോരായ്മയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫസ്റ്റ് അത് വന്നിട്ട് അർഹതയില്ലാത്തവർക്ക് കിട്ടി. അത് നമ്മുടെ മനസ്സിലുണ്ട്. വീണ്ടും 2 വർഷം 12ഉം 13ഉം വന്നിട്ട് നമുക്ക് ഈ കളിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ ഒരു വിഷമമുണ്ട്. എങ്കിലും 2014 ഈ കളിയിൽ വീണ്ടും പങ്കെടുക്കുന്നതിന് വേണ്ടി UBC ക്ലബിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളെ ബാംഗ്ലൂരിൽ വന്ന് കാണുകയും നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരായ നമ്മൾ മലയാളികൾ അതിൽ നമ്മൾക്ക് വേണ്ടി കൂടുതൽ നമ്മളോട് സംസാരിക്കുകയും അവർ നമുക്ക് അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നതിന്റെ അടിസ്ഥാനത്തിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കമാൻഡന്റ് ബ്രിഗേഡിയർ ദേവയ്യ സാവ് നമുക്ക് ഞങ്ങളുടെ അതിൽ മേലുള്ള കമാൻഡിൽ ലെറ്റർ കൊടുത്ത് പെർമിഷൻ വാങ്ങി ഞങ്ങൾക്ക് ഈ നെഹ്റു ട്രോഫി സ്നേക് ബോട്ട് റേസ് 65ാമത് നടക്കുന്ന കപ്പിന് വേണ്ടി ഞങ്ങൾ 30 പട്ടാളക്കാർ ഇവിടുത്തെ കൈനഗിരി UBC ക്ലബിന് വേണ്ടി ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പിൽ നടന്ന പിള്ളാരോണം ആഘോഷമാക്കി കുട്ടനാട്ടിലെ തലവടി നിവാസികൾ. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പിള്ളാരോണം ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇവർ ഇക്കുറി ആഘോഷിച്ചത്. ഓണസദ്യയൊന്നുമല്ലിത്, തലവടി ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പാണ്. എന്നാൽ ഇവർ ഓണത്തെ വരവേൽക്കാനുള്ള പിള്ളാരോണം ഇവിടെയാണ് ആഘോഷിച്ചത്. പിള്ളാരോണം വന്നപ്പോൾ നാട്ടിൽ വെള്ളപ്പൊക്കം, പിന്നെ എന്തു ചെയ്യാൻ, ഓണാഘോഷം ക്യാമ്പിൽ തന്നെ. പിന്നെ അമാന്തിച്ചില്ല, പരിപ്പും പപ്പടവും നെയ്യും പുഞ്ചേരിച്ചോറും അവിയലും തോരനും തൊടുകറിയും സാമ്പാറും പുളിശ്ശേരിയും കൂട്ടി ഒരു ഓണസദ്യ തന്നെ ഒരുക്കി ഇവർ. ഒടുവിൽ പ്രഥമന്റെ മധുരക്കൂട്ടും കൂടിയായപ്പോൾ കുംഭ നിറഞ്ഞ കുട്ടികളുടെ പാട്ടും കളിയുമായി ക്യാമ്പ് മാറി. ചമ്പക്കുളം പഞ്ചായത്ത് 1ാം വാർഡിൽ നടന്ന ക്യാമ്പിൽ 32 വീട്ടുകാർ കഞ്ഞിയും പുഴുക്കുമൊക്കെയായി ഒത്തുകൂടി. ചൊവ്വാഴ്ചയാണ് ഇവിടെ ക്യാമ്പ് ആരംഭിച്ചത്. അരിയും പയറും വെള്ളത്തിലിട്ടാൽ ചോറും കറിയും ആകുമോ എന്നാണ് ക്യാമ്പിലെ അന്തേവാസികളുടെ ചോദ്യം. പയർ മാത്രം കിട്ടിയ അരി വെള്ളത്തിലിട്ടാൽ ചോറാകത്തില്ല, പയർ വേണ്ടിട്ടാൽ കറി ആകത്തില്ല. അതിന് വേണ്ടത് വിറക് വേണം, മറ്റുള്ള സാധനങ്ങളെല്ലാം വേണം. സാമ്പാറിനെന്ന് പറഞ്ഞാൽ സാമ്പാറുപൊടിയും മല്ലിപ്പൊടിയും കായും തരും. ബാക്കി പച്ചക്കറിയെല്ലാം ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഞങ്ങൾ 20, 25, 30 രൂപ വീതം ഈ വണ്ടിക്കൂലി മുടക്കി വരുന്നതിനും അല്ലാതെ ഈ സാധനത്തിനും കൂടെ വേണ്ടിയിട്ട് 40 രൂപയെങ്കിലും ദിവസം ഡെയിലി ഞങ്ങൾക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് വിറകിനുള്ള പൈസ വില്ലേജ് തന്നാൽ കൊള്ളാമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചു. വേഴപ്ര ഐക്കരക്കളം വീട്ടിലും മാരാൻ പറമ്പിലും കുട്ടനാട്ടിലെ മറ്റ് നിരവധി ക്യാമ്പുകളിലും പിള്ളാരോണം ആഘോഷിച്ചു. പ്രളയക്കെടുതിയിൽ ആശ്വാസമായി കൈനഗരി വികസന സമിതി. വെള്ളപ്പൊക്ക രൂക്ഷത ഏറ്റവും അധികം അനുഭവിക്കുന്ന കൈനഗരി, കുട്ടമംഗലം, കമ്മട്ടിക്കളം, 6 പങ്ക് പാടശേഖരങ്ങളിൽ സമിതിയും വികാസ് ഭവനും ചേർന്ന് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. വരും ദിവസങ്ങളിലും ഭക്ഷ്യധാന്യ വിതരണം തുടരുമെന്ന് വികസന സമിതി പ്രസിഡന്റ് VK വിനോദ് പറഞ്ഞു. KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈനഗിരി വികസന സമിതിയുടെ കൂട്ടായ്മയോടെ അതുപോലെ തന്നെ സമഗ്ര വികാസും അതുപോലെ തന്നെ കൈനഗിരിയിലെ വിദേശ മലയാളികൾ കൂടി ചേർന്നുകൊണ്ട് കൈനഗിരി വികസന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ദുരിതാശ്വാസം അനുഭവിക്കുന്നവർക്ക് അരിയും മറ്റു സഹായങ്ങളും ചെയ്തു തുടങ്ങുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമുള്ളവരും നൽകാൻ തയ്യാറുള്ള സന്നദ്ധ സംഘടനകളും സമിതിയുമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാരംഗം കലാസാഹിത്യവേദി തലവടി ഉപജില്ലാതല ഉദ്ഘാടനം പച്ച സെന്റ് സേവേഴ്സ് വിദ്യാലയത്തിൽ നടക്കും. തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന പരിപാടി പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോഓർഡിനേറ്റർ അറിയിച്ചു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ 600 കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല.
250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. 19 വർഷത്തെ കാത്തിരിപ്പിന് മധുരപ്രതികാരം കൊണ്ട് തിരിശിലയിട്ട UBCക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് കൈനകരിയിലെ കരക്കാർ നൽകിയത്. ആർപ്പോ വിളികളാൽ മുഖരിതമായ അന്തരീക്ഷം, വികാരനിർഭരമായ സന്ദർഭങ്ങളാണ് സമ്മാനിച്ചത്. ദീർഘമായൊരു ഇടവേളയ്ക്ക് ശേഷം സ്വന്തം കരയിലേക്ക് കപ്പെത്തിച്ച കരുത്തന്മാരെ അക്ഷരാർത്ഥത്തിൽ വാരിപ്പുണരുകയായിരുന്നു കൈനകരിയിലെ കരക്കാർ. വേമ്പനാട്ട് കായൽ പ്രദേശങ്ങളായ ചെറുകായൽ കായൽ, പനക്കൽ ക്ഷേത്രം, കൈനകരി വലിയ പള്ളി, റോഡുമുക്ക്, ആയിരവേലി തുടങ്ങി 50ഓളം കേന്ദ്രങ്ങളിലാണ് UBC ടീമിനും ചമ്പക്കുളം വള്ളത്തിനും സ്വീകരണം നൽകിയത്. ഏറ്റവും തീവ്രമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഈ വർഷം കടന്നുപോയത്. അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ആദ്യ ആരംഭം മുതൽ തന്നെ സെന്റ് ജോർജും പാർത്ഥസാരഥിയും വിജയൻ എന്നൊക്കെ പറഞ്ഞ പാട്ട വള്ളങ്ങൾ കൊണ്ട് UBC കപ്പ് നേടിയിട്ടുണ്ട്. ആ മഹത്തായ ഒരു പാരമ്പര്യം ഉയർത്തിക്കൊണ്ട് ഇത്തവണ നെഹ്റു ട്രോഫി 22 വള്ളങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1-2 സ്ഥാനങ്ങൾ കൈനേരി നേടിയിരിക്കുന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. തുടർന്ന് കുട്ടനാടി MLA തോമസ് ചാണ്ടിയുടെ ഭവനത്തിൽ ഉച്ചഭക്ഷണത്തോടെ സ്വീകരണത്തിന് വിരാമമായി. ചരിത്രപരമായ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ UBC കൈനഗിരി ചമ്പക്കുളം പുത്തൻ ചുണ്ടം വള്ളത്തിലാണ് ഈ വർഷം തുഴയാൻ വന്നത്. കഴിഞ്ഞ 21 വർഷക്കാലമായിട്ട് UBC പരാജയത്തിന്റെ അങ്ങ് പടുകുഴിയിലായിരുന്നു. ഈ തവണ കരയിലെ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ടും ഒരുമയോടും മുന്നോട്ട് പോയതിന്റെ വെളിച്ചത്തിൽ ഈ പച്ചത്തടി വള്ളം അതിഗംഭീരമായ വിജയത്തോടുകൂടി തിരിച്ച് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. ഇത് UBC കൈനഗിരി, ഇത് കൈനഗിരിയെ സംബന്ധിച്ചോളം ഏറ്റവും ഭയങ്കരമായ ഒരു അഭിമാനമായിട്ട് കാണുന്നു. പൊതു സ്വകാര്യ നിക്ഷേപകരുടെ സഹകരണത്തോടെ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ നഗരസഭകൾ ആവിഷ്കരിക്കണമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. ചങ്ങനാശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളെ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് PPP, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ കുറേയധികം അസറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എറണാകുളത്ത് വെച്ച് ഞങ്ങൾ PPP എന്ന് പറഞ്ഞ പിന്നെ വലിയ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. പ്രാദേശിക വികസനം ആഗ്രഹിക്കുന്ന നിക്ഷേപകർ പദ്ധതികളുമായി സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. CF തോമസ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ സ്മിത ജയകുമാർ, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ധനസഹായം മന്ത്രി ചടങ്ങിൽ വച്ച് വിതരണം ചെയ്തു.
നിങ്ങളുടെ അഭിസംബോധന ചെയ്തു. തൃക്കടിത്താനം VBUP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി സമാധാന സന്ദേശ റാലിയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കുന്നംപുറം ജംഗ്ഷനിലേക്ക് നടന്ന റാലി സ്കൂൾ രക്ഷാധികാരി G. നീലകണ്ഠൻ പോറ്റി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കുന്നംപുറം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ തൃക്കടിത്താനം സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ സമാധാനത്തിന്റെ സന്ദേശമായി വെള്ളരിപ്രാവിനെ പറത്തി. ഹിരോഷിമയിലെ ബോംബ് ഇട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും കൂടാതെ അതിന് ശേഷം മരണപ്പെടാത്തവർ വളരെ പരിതാപകരമായി ജീവിച്ച് മരിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. അതിനുശേഷം നാളെ വരെ ഒരു യുദ്ധം ഉണ്ടായില്ല എങ്കിൽ തന്നെയും ആയതിനെ പ്രതിഷേധമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി ജോസഫ്, KL സുവർണകുമാരി, പ്രധാന അധ്യാപിക KL ഉഷാകുമാരി, അധ്യാപകരായ V. അമ്പിളി, VT ശോഭ, ആരതി മേനോൻ, CT മിനികുമാരി, PT അംഗം M. ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സേവാഭാരതി തലവടിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വിറക് വിതരണം ചെയ്തു. സൌജന്യമായാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സേവാഭാരതി വിറക് നൽകിയത്. സഞ്ചരിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കുട്ടനാട്ടിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു. കുട്ടനാട് SNDP യോഗം യൂത്ത് മൂവ്മെന്റിന്റെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യൂണിയൻ സെക്രട്ടറി MJ പുരുഷോത്തമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. നെഹ്റു ട്രോഫി നേടിയ യുണൈറ്റഡ് ബോട്ട് ക്ലബിന് ഹാട്രിക് നേടുവാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് കുട്ടനാട് MLA തോമസ് ചാണ്ടി. ഓണത്തപ്പ കുടവയറ പിള്ളാരോണം വെള്ളത്തിൽ ആഘോഷങ്ങൾക്ക് എന്ത് ദുരിതാശ്വാസ ക്യാമ്പ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.